നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ചെസ്സിൽ IPL എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വേൾഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ടീം ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 38 ടീമുകളാണ് മത്സരിക്കുന്നത്. ആകെ 12 റൗണ്ടുകളാണുള്ളത്. ഓരോ റൗണ്ടിലും ഓരോ ടീമിൽ നിന്നും 6 പേർ വീതമായിരിക്കും മത്സരിക്കുന്നത്. ഏത് ടൂർണമെന്റ് ആയാലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാൾസൺ പ്രഗ്നാനന്ദ പോരാട്ടം ഈ ടൂർണമെന്റിൽ ഉണ്ടാകില്ല. കാരണം കാൾസന്റെ ടീമിലാണ് പ്രഗ്നാനന്ദ ഉള്ളത്. ഇവർ രണ്ടുപേർക്ക് പുറമെ നെപ്പോയും ഡൂഡയും അബ്ദുസട്ടറോവും ഹൂയിഫാനും വിൻസെന്റ് ഗെയിമറും ഇതേ ടീമിലാണ്. ഇത്രയും പേരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ടീമാണ്. ടീമിന്റെ പേര് WR ചെസ് ടീം എന്നാണ്. ഒരു റൗണ്ടിൽ ഒരു ടീമിൽ നിന്നും 6 പേര് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ പകുതി പോയിന്റ് നേടിക്കഴിഞ്ഞാൽ ടീമിന് പോയിന്റ് ആകും. അതായത് 6 പേരിൽ 3 പേർ ജയിക്കുകയും ഒരു ഗെയിം സമനിലയാകുകയും ചെയ്തു കഴിഞ്ഞാൽ 3.5 പോയിന്റ് കിട്ടും. അങ്ങനെ 3.5 പോയിന്റ് കിട്ടുന്ന ടീം ആ റൗണ്ട് വിജയിക്കുകയും ആ ടീമിന് 1 പോയിന്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ വളരെ ആവേശം നിറഞ്ഞ ഗെയിമുകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 4 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 3 റൗണ്ടുകൾ കഴിയുമ്പോൾ കാൾസന്റെ ടീം ടോപ്പിൽ തന്നെ ആയിരുന്നു. എന്നാൽ 4ാം റൗണ്ടിൽ ഇന്ത്യൻ താരങ്ങളായ കൊനേരി ഹംപിയും വിദ്യുത് ഗുജറാത്തിയും അടങ്ങുന്ന ചെസ്സി എന്ന ടീം കാൾസന്റെ ടീമിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ റൗണ്ടിലെ 6 ഗെയിമുകളിൽ 4ലും ചെസ്സി പ്ലേയേഴ്സാണ് വിജയിച്ചത്. 2 സമനിലയായിരുന്നു. കാൾസനെ റാപ്പോട്ടും പ്രഗ്നാനന്ദയെ അലക്സി സെറാനയും ഹൂയിഫാനെ കൊനേരു ഹംപിയാണ് തോൽപ്പിച്ചത്. കാൾസന്റെ ടീമിൽ നിന്നും നെപ്പോയ്ക്കും ഡൂഡോയ്ക്കും സമനില പിടിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ആശ്വാസം. അങ്ങനെ ഇപ്പോൾ ചെസ്സി ടീം 1ാം സ്ഥാനത്തും ലോക ചാമ്പ്യൻ ഡിംഗ്ലറിന്റെ ഡിക്കേഡ് ചൈന ടീം 2ാം സ്ഥാനത്തും ഡാനിയൽ ഡുബോവിന്റെ UAE ടീം 3ാം സ്ഥാനത്തും കാൾസന്റെ WR ചെസ് ടീം 4ാം സ്ഥാനത്താണുള്ളത്. ഇങ്ങനെ 38ഓളം ടീമുകളുള്ളതുകൊണ്ട് തന്നെ ഓരോ റൗണ്ടിലും 100 കണക്കിന് ഗെയിമുകളാണ് നടക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 1ാം റൗണ്ടിൽ ഒരു ഗെയിം നോക്കാം. നമ്മുടെ പ്രഗ്നാനന്ദയും കിർഗിസ്ഥാൻ ഇന്റർനാഷണൽ മാസ്റ്റർ മിഖായൽ മാർക്കോവും തമ്മിലായിരുന്ന മത്സരം. ഈ ഗെയിമിൽ മാർക്കോ വൈറ്റ് സൈഡും പ്രഗ്നാനന്ദ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് C4 മുതലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. പ്രഗ്നാനന്ദ E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് A3 മുതലുകൊണ്ട് B4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തായി വൈറ്റും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ വെട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ആദ്യം E4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. പ്രഗ്നാനന്ദ നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ E5 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. പ്രഗ്നാനന്ദ അടുത്ത നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തായി വൈറ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ E7 സ്കോറിലേക്ക് ബ്ലാക്കിന് നൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ക്വീനിന് G5 സ്കോറിലേക്ക് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി വൈറ്റിന് വേണമെങ്കിൽ അടുത്ത മൂവിൽ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ F7 സ്കോറിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് കൊടുക്കാം. അതുകൊണ്ട് പ്രഗ്നാനന്ദ നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ആ G5 സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D3 മുതലുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ G5 സ്കോറിലേക്ക് വൈറ്റിന് 2 പീസുകൾ വെച്ച് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രഗ്നാനന്ദ വീണ്ടും ആ സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിനും G5 സ്കോറിലേക്ക് 2 കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെവലപ്പാത്ത പീസിലോ ഡെവലപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ഈ G5 സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H4 മൂവ് ചെയ്യുന്നു. ഇതോടെ ആ സ്കോറിലേക്ക് 3 പീസുകൾ വെച്ച് കൺട്രോൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ G5 സ്കോറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് പ്രഗ്നാനന്ദ ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല. പകരം ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ വൈറ്റിന്റെ നൈറ്റ് പിന്നിങ്ങിലായതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് H4ലെ പോണെ വെട്ടെടുക്കാൻ കഴിയും. ആ സ്കോറിലേക്ക് ഇപ്പോൾ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. വൈറ്റിനിപ്പോൾ G3 വെച്ചുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ G2ലെ പോൺ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഈ നൈറ്റിനെതിരെയുള്ള പിന്ന് വളരെ സ്ട്രോങ് ആകും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ G3 മൂവ് ചെയ്യുന്നില്ല. പകരം H5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. F4ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ഈ ഡെവലപ്പ് ആവാത്ത ബിഷപ്പുമായിട്ട് ആ നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് പ്രഗ്നാനന്ദ ഇപ്പോൾ നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം നൈറ്റിനെ H4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നതോടൊപ്പം G2ലെ പോണിനെയും അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിന്റെ നൈറ്റ് ഇപ്പോഴും പിന്നിങ്ങിലായത് കാരണം വൈറ്റിന് നൈറ്റ് പോയി നൈറ്റ് നോട്ടാൻ പറ്റില്ല. എന്നാൽ ഇവിടെ കാസ്ലിംഗ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്കിൽ നിന്ന് ഒഴിവാകാനും പറ്റില്ല.
അങ്ങനെ ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ എടുത്തുകൊണ്ട് ഒരേ സമയം ക്വീനെതിരെയും G2 പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും പോണ വെച്ച് തിരിച്ചുവിട്ടേണ്ടി വരും. ഇതോടെ വൈറ്റിൻ്റെ കിങ് സൈഡ് വളരെയധികം വീക്കാകുകയും ബ്ലാക്കിന് ഈ നൈറ്റിൻ്റെ സഹായത്തോടെ കിങ് സൈഡിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുത്തുകൊണ്ട് വിജയിക്കാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ റൂക്കും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ F1 മൂവ് ചെയ്തുകൊണ്ട് G2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദ ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ H4 നൈറ്റിനുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഒഴിവായിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെ കൂടെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D5 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോൾ ഈ F3 പോണിന് ക്വീൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പ്രഗ്നാനന്ദ ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് അടുത്ത നൈറ്റിനെ D4 മൂവ് ചെയ്തുകൊണ്ട് F3 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ F4 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പോൺ എക്സ്ചേഞ്ചിന് ശ്രമിക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. H6 മൂവ് ചെയ്തുകൊണ്ട് G7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ പോണ വെച്ച് പോണോട്ടാണെങ്കിൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ തിരിച്ചുവിട്ടെടുക്കാം എന്നതാകും വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ പോണ വെച്ച് പോണോട്ടാനോ അല്ലെങ്കിൽ ഈ F3 പോണിനെ നേടിയെടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം C6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ വിട്ടുന്നു, ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോഴും വൈറ്റ് പോണ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് പേടിക്കാനൊന്നുമില്ല. റൂക്കിനെ G8 കൊണ്ടുവന്ന് ആ പോണിനെതിരെ തിരിച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും പോണ വെച്ച് പോണിട്ടുന്നില്ല. പകരം F4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ F4 മൂവ് ചെയ്തോടെ ഈ F3 പോണിനെതിരുണ്ടായിരുന്ന അറ്റാക്ക് ഒഴിവായെങ്കിലും ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് F4 പോണിട്ടുന്നില്ല. പകരം G7 പോണ വെച്ച് H6 പോണിനെ ഇട്ടെടുക്കുന്നു. ഇതോടെ ഈ G5 ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ വളരെ സൈലൻ്റായും ഡിഫെൻസിലും കളിച്ചുകൊണ്ടിരുന്ന വൈറ്റ് അടുത്ത ഒറ്റ മൂവോടെ അറ്റാക്കിംഗ് മോഡിലേക്ക് വരികയാണ്. ഇവിടെ പോൺ വെച്ച് പോണിട്ടുന്ന പോലുള്ള സിമ്പിൾ മൂവുകളൊന്നും ചെയ്യുന്നില്ല. പകരം ക്വീനെ H5 ഡെവലപ്പ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. ഇപ്പോൾ H4 നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ആയിട്ടുണ്ട്. അതിനോടൊപ്പം F7 സ്ക്വയറിലേക്ക് 2 പീസുകൾ വെച്ച് അറ്റാക്ക് കിട്ടുന്നുണ്ട്. പോരാത്തതിന് E5 പോണെതിരെ ഓൾറെഡി പോണ വെച്ച് അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ ക്വീന് വെച്ചും അറ്റാക്ക് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രഗ്നാനന്ദ നൈറ്റിനെ തിരിച്ചുകൊണ്ടുപോയാണ്. നൈറ്റിനെ G6 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ നൈറ്റ് അറ്റാക്കിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതിനോടൊപ്പം D5 പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പോരാത്തതിന് F7 സ്ക്വയറിലേക്കുള്ള ക്വീനിൻ്റെ കൺട്രോൾ ഒഴിവായിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ H6 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് വേണമെങ്കിൽ ക്വീൻ വെച്ച് ആ പോണിട്ട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോഴും അങ്ങനെ സിമ്പിൾ മൂവുകളൊന്നും ചെയ്യുന്നില്ല. ആദ്യം F5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. പ്രഗ്നാനന്ദ നൈറ്റിനെ F4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ക്വീൻ വെച്ച് H6 പോണിനെ ഇട്ടെടുക്കുന്നു. വൈറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് സ്ട്രോങ് ആയി തുടങ്ങിയതോടെ പ്രഗ്നാനന്ദ കിങ്ങിനെ സേഫ് ആക്കാൻ ശ്രമിക്കുകയാണ്. ക്വീൻ സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ഈ ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ ബ്ലാക്കിൻ്റെ ഡെവലപ്പായ നൈറ്റ് ഒരു എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു, വൈറ്റ് ക്വീൻ വെച്ച് പോൺ ഇടുന്നു. അടുത്തായി പ്രഗ്നാനന്ദ H5 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C1 കൊണ്ടുവരുന്നു. ഇനി ഈ C6 പോണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. പ്രഗ്നാനന്ദയും റൂക്കിനെ ഈ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D8 റൂക്കിനെ G8 കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ C5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം B4 മൂവ് ചെയ്യുന്നു. പ്രഗ്നാനന്ദ A6 മൂവ് ചെയ്തുകൊണ്ട് ആ പോൺ മുന്നോട്ട് വരുന്നത് തടയുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ A4 മൂവ് ചെയ്ത ശേഷം B5 മൂവ് ചെയ്തുകൊണ്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ ഈ B5 സ്ക്വയറിലേക്ക് ബ്ലാക്കിന് നൈറ്റ് വെച്ച് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ E3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. ആകെയുള്ള സ്ക്വയർ B5 ആണ്. അങ്ങനെ B5 മൂവ് ചെയ്യുകയാണെങ്കിൽ ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ
ഒരു മൂവ് ലാഭത്തോടെ A4 മൂവ് ചെയ്യാം. ഇങ്ങനെയാവും വൈറ്റ് ഉദ്ദേശിച്ചത്. എന്നാൽ പ്രജ്ഞാനന്ദ ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം റൂക്കിനെ D8 തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിലും A4 മൂവ് ചെയ്ത ശേഷം നേരത്തെ പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ A4 മൂവ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ D5 മൂവ് ചെയ്തുകൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റ് സപ്പോർട്ടില്ലാതായിരിക്കുകയാണ്. ഈ പോൺ റൂക്കിൻ്റെ പിന്നിങ്ങിലായത് കാരണം പോണെ വെച്ച് ബിഷപ്പിന് വെട്ടാൻ പറ്റില്ല. എന്നാൽ ഈ മൂവ് അത്ര കൃത്യമായിട്ടുള്ളൊരു മൂവല്ല. അത് ചെറിയൊരു മിസ്റ്റേക്കായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പ്രജ്ഞാനന്ദ വളരെ വേഗത്തിൽ ആ മിസ്റ്റേക്ക് തിരിച്ചറിയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം പ്രജ്ഞാനന്ദയുടെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണെങ്കിൽ അത് വൈറ്റിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകുന്നില്ല. പകരം ഈ അറ്റാക്കിലുള്ള നൈറ്റ് ഉപയോഗിച്ച് F5 പോണിട്ട് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു നൈറ്റ് സാക്രിഫൈസ് ആയിട്ട് തോന്നുമെങ്കിലും അത് സാക്രിഫൈസ് അല്ല. ഈ വേരിയേഷനിൽ ബ്ലാക്കിനായിരിക്കും ലാഭം കിട്ടുന്നത്. കാരണം വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യം ബ്ലാക്കിന് ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഈ സപ്പോർട്ടില്ലാത്ത ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ആ ബിഷപ്പ് നഷ്ടമായിട്ടുണ്ട്. അതിനോടൊപ്പം ഒരേ സമയം ഈ 2 പോണുകൾക്കെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ആ 2 പോണുകളെയും ഒരേ സമയം വൈറ്റിന് രക്ഷിക്കാൻ കഴിയില്ല. ഇതിൽ ഒരു പോണൂടെ നഷ്ടമാകുകയും അതിൻ്റെ അഡ്വാൻറ്റേജ് ബ്ലാക്കിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നത് നല്ല മൂവല്ല. വൈറ്റിന് വേണമെങ്കിൽ ക്വീനെ H3 കൊണ്ടുവന്ന് ആ നൈറ്റിനെ പിൻ ചെയ്ത് കളിക്കാമായിരുന്നു. എന്നാലും വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം കിങ്ങിന് ആദ്യം തന്നെ പിന്നിൽ നിന്ന് ഒഴിവാകാം. അപ്പോഴും ബ്ലാക്കിന് നൈറ്റ് അറ്റാക്കിലാണെങ്കിലും വൈറ്റിൻ്റെ ബിഷപ്പും അറ്റാക്കിലാണ്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്കോ അല്ലെങ്കിൽ ആ നൈറ്റിനെ പിൻ ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ഈ അറ്റാക്കിലുള്ള ക്വീനെ A7 മൂവ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ബ്ലാക്കിൻ്റെ നൈറ്റ് അറ്റാക്കിൽ തന്നെയാണ്. ബ്ലാക്ക് ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീനുള്ള ഈ സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ B7 പോൺ പിന്നിങ്ങിലാണെന്നുള്ള ഫാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൈറ്റിന് ബിഷപ്പ് വെച്ചോ റൂക്ക് വെച്ചോ ഈ C6 പോണിനെ വെട്ടിയെടുക്കാൻ കഴിയും. റൂക്ക് വെച്ച് വെട്ടുന്നതിനേക്കാൾ ബിഷപ്പ് വെച്ച് വെട്ടുന്നതായിരിക്കും കൂടുതൽ സ്ട്രോങ്. ബ്ലാക്കിൻ്റെ കിങ്ങിന് ഇപ്പോൾ ഈ റൂക്കിൻ്റെ ഫയലിൽ നിന്നും എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇനി ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയും വളരെ വേഗത്തിൽ വിജയിക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിന് വെട്ടുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ പോണിനോട്ട് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളുമായിട്ടാണ് വൈറ്റ് ഇപ്പോൾ ക്വീനെ A7 കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം വളരെ മികച്ച രീതിയിൽ തന്നെ ഈ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H8 റൂക്കിനെ H6 കൊണ്ടുവന്ന് C6 പോണിനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള 2 മൂവുകളാണ് അടുത്തായി വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത 2 മൂവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ആദ്യത്തെ ടാസ്ക് ഈ പോണിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ റൂക്കിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് H5 പോണിട്ട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരേ സമയം ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ C6 കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് റൂക്കിനെ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ നൈറ്റ് നഷ്ടപ്പെടും. അല്ലാതെ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ F6 വന്നാലും റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും വരും. അതുകൊണ്ട് പ്രജ്ഞാനന്ദ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. റൂക്ക് വെച്ച് C6 പോയിന്റ് എടുത്തുകൊണ്ട് അടുത്ത റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനിപ്പോൾ ക്വീൻ വെച്ച് ക്വീൻ ഓട്ടാൻ പറ്റില്ല. കാരണം ആ ക്വീനിന് നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. എന്നാൽ ക്വീനെ ഏരിയയിലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ C7 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D7 മൂവ് ചെയ്യാം. D7 മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീന് വെച്ച് C7 പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാവും പ്രജ്ഞാനന്ദ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
ആദ്യം തന്നെ കിങ്ങിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ക്വീനെ വെച്ച് ചെക്ക് വരുന്ന സമയത്ത് കിങ്ങിന് C7ലേക്ക് മൂവ് ചെയ്താൽ മതി. ആ സമയത്ത് വീണ്ടും C6 പോണിട്ട് ചെക്ക് വന്നാലും തിരിച്ച് B8ലേക്ക് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവർത്തി ചെക്ക് വന്നാലും ഈ ഗെയിം ഒരു ഡ്രോ ആകുന്നേ ഉള്ളൂ. എന്നാൽ ഇതൊരു റാപ്പിഡ് ഗെയിമാണ്. രണ്ടുപേരും നല്ല ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. അതുകൊണ്ടാകും ഇപ്പോൾ പ്രജ്ഞാനന്ദ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ ആദ്യം തന്നെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ പ്രജ്ഞാനന്ദയുടെ കിങ്ങും ക്വീനും ഒരേ റാങ്കിലേക്ക് വന്നിരിക്കുകയാണ്. വൈറ്റ് ആ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീന് വെച്ച് B7 പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല. ഒരേ ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ. കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് എടുത്തോടെ ആ ക്വീൻ ട്രാപ്പിലായിരിക്കുകയാണ്. ആ ക്വീൻ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും അറ്റാക്കിൽ നിന്ന് മാറുകയാണെങ്കിൽ F7 സ്കോറിലേക്ക് ബിഷപ്പിനും റൂക്കിനും ക്വീനും കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മെൻറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രജ്ഞാനന്ദ ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം മറ്റൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്കിനിവിടെ രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നാണ്. അതായത് ആദ്യം റൂക്കിനെ H1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ്ങിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ G2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E2ലേക്ക് മൂവ് ചെയ്യാം. E2ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലാതെ ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കിങ്ങിനെ G2ലേക്കാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ക്വീനെ G5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ഇത് അക്സെപ്റ്റ് ചെയ്യാതെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് F3ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് D4ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. കിങ്ങിന് പോയാൽ വേറെ സ്ക്വയറുകളൊന്നുമില്ല. എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതോടെ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ക്വീന് വെച്ച് തുടർച്ചയായിട്ട് ചെക്കുകൾ കൊടുത്തുകൊണ്ട് ബ്ലാക്കിന് ഈ ഗെയിം ഡ്രോ ആക്കി മാറ്റാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. എന്നാൽ പ്രജ്ഞാനന്ദ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ റൂക്ക് പോയി ചെക്ക് കൊടുക്കുന്നില്ല. പകരം നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ഇതൊരു നൈറ്റ് സാക്രിഫൈസ് മാത്രമല്ല, ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്കും ഉണ്ട്. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ വൈറ്റ് പോണബച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ക്വീൻ F6ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ G2ലേക്കോ G1ലേക്കോ മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ചും ക്വീന് വെച്ചും ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ E2ലേക്ക് പോകാം, അല്ലെങ്കിൽ E1ലേക്ക് പോകാം. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ആദ്യം റൂക്ക് വെച്ച് ചെക്ക് വരും. ഇപ്പോൾ വേറെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. D1ലേക്കോ E1ലേക്കോ മാറേണ്ടി വരും. D1ലേക്കാണ് മാറുന്നതെങ്കിൽ ക്വീൻ F1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അത് ഒഴിവാക്കുന്നതായിട്ട് കിങ് E1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ A1ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ഒരേ സമയം ബ്ലാക്കിൻ്റെ നൈറ്റും ക്വീനും അറ്റാക്കിലായിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇവിടെ ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ പ്രജ്ഞാനന്ദ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ അറ്റാക്കുള്ള ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് ഒരു ചെക്കോടുകൂടി ക്വീനിനോട്ട് എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് റൂക്കിനോട്ട് എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനെതിരെ ബ്ലാക്കിന് 2 റൂക്കുകളും നൈറ്റും ഉണ്ട്. എന്നാൽ ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഇവിടെ വൈറ്റിന് 5 പോണുകളുണ്ട്. 5 പോണുകളിൽ ഇപ്പോൾ നിലവിൽ ഒരു പാസ്ഡ് പോണേ ഉള്ളെങ്കിലും ഈ 2 പോണുകൾ കൂടെ പാസ്ഡ് പോണുകളാണ് സാധ്യതയുണ്ട്. വൈറ്റ് അടുത്ത മൂവിൽ തന്നെ ആ 2 പോണുകളെയും പാസ്ഡ് പോണാക്കുകയാണ്. അതായത് അടുത്ത മൂവിൽ തന്നെ വൈറ്റ് ക്വീന് വെച്ച് A6 പോണ വിട്ടെടുക്കുന്നു. ഇതോടെ ഈ 2 പോണുകളും പാസ്ഡ് പോണായി മാറിയിട്ടുണ്ട്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പ്രജ്ഞാനന്ദ ഈ കിങ്ങിന് ചുറ്റുമുള്ള പോണുകളെ ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് B5 മൂവ് ചെയ്തുകൊണ്ട് ഓരോ പോണുകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു.
ഈ പോൺ ഇങ്ങോട്ട് വന്നവിടെ ഇപ്പോൾ ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നാനന്ദ നൈറ്റിനെ F4 കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ E3 മൂവ് ചെയ്യുന്നു. പ്രഗ്നാനന്ദ നൈറ്റ് വെച്ച് D3 പോണായിട്ട് എടുക്കുന്നു. വൈറ്റ് ക്വീനെ C6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ കിങ്ങിനെ E7 മൂവ് ചെയ്യുന്നു. വൈറ്റ് B6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അടുത്തായി പ്രഗ്നാനന്ദയുടെ ഭാഗത്തു നിന്നും വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവാണ് വരുന്നത്. റൂക്കിനെ H3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം വൈറ്റിനിപ്പോൾ അധികം ഓപ്ഷൻ ഇല്ല. ഇവിടേക്ക് റൂക്കുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടേക്ക് നൈറ്റിനെ കണ്ടോളുണ്ട്. ആകെയുള്ള 2 ഓപ്ഷൻ ഒന്നുകിൽ കിങ്ങിനെ D2 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E2 മൂവ് ചെയ്യാം. നമുക്ക് ഈ 2 ഓപ്ഷനും ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കിങ് D2 വരുന്നതെങ്കിൽ D5 ബ്ലാക്കിന് ഒരു റൂക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നതോടൊപ്പം ബ്ലാക്കിന് ആ ക്വീനെ നേടിയെടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ D2 പോകുന്നത് നല്ല മൂവല്ല. എന്നാൽ E2 പോയാലും അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം നൈറ്റ് F4 ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ വേറെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല, ഇത്രയും സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സ്ക്വയറിലേക്ക് എവിടേക്കെങ്കിലും പോകേണ്ടി വരും. ഈ 2 സ്ക്വയറിലേക്ക് എവിടേക്ക് തന്നെ പോയാലും അടുത്ത മൂവിൽ റൂക്ക് H1 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടേക്ക് 2 നൈറ്റിനെ കണ്ടോളുണ്ട്. കിങ് ചെക്കിലുമാണ്, അതോടെ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഈ ചെക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറുന്നത്. എന്നാൽ വൈറ്റ് വളരെ വിദഗ്ധമായിട്ട് ആ ചെക്കിൽ നിന്ന് ഒഴിവായാണ്. ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല, പകരം F3 മൂവ് കൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദയുടെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പ്രഗ്നാനന്ദ ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് F3 പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ സാക്രിഫൈസിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. വൈറ്റ് ഇപ്പോൾ കിങ് ഉപയോഗിച്ച് റൂക്കിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ E5 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ E2 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് വീണ്ടും ചെക്ക് കൊടുക്കാം. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ F6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെയും പോണിനെതിരെയും അറ്റാക്കുണ്ട്. വൈറ്റ് ആ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ക്വീനെ B5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ C1 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ E1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ E2 തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ബ്ലാക്ക് റൂക്കിനെ F2 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ D1 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E2 മൂവ് ചെയ്യാം. ഇപ്പോൾ കിങ് D1 മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് അടുത്ത റൂക്കിനെ കൂടെ G5 കൊണ്ടുവരാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ D1 മൂവ് ചെയ്യുന്നില്ല, പകരം E3 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ B6 പോണാണ്. പ്രഗ്നാനന്ദ ആ പോണിനെ ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് റൂക്കിനെ B2 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ രണ്ടുപേരും നല്ല ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല, പകരം ക്വീനെ C4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ക്വീനെ C7 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാൻ കഴിയും. ഇതോടെ ബ്ലാക്കിന് ഒരു റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇനി ശക്തമായിട്ട് ഗെയിമിലേക്ക് വരാനും ഈ ഗെയിം വിജയിക്കാനും കഴിയും. എന്നാൽ വളരെ ടൈം പ്രഷർ ഉണ്ടായിരുന്നിട്ടും പ്രഗ്നാനന്ദ ആ ട്രാപ്പിൽ വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്ക് വെച്ച് പോണിട്ടുന്നില്ല. ആദ്യം റൂക്കിനെ D7 മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിനെ കവർ ചെയ്യുന്നു. ഇനി എന്തായാലും ഇവിടെ ഒരു ഫോർക്കും ചെക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വൈറ്റ് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ക്വീനെ C6 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദ അടുത്തൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B3 കൊണ്ടുവരുന്നു. ഇപ്പോൾ B3 കൊണ്ടുവന്നതോടെ A3 പോണിനെതിരെ അറ്റാക്ക് ഉണ്ട്. അതിനോടൊപ്പം അടുത്ത മൊബൈൽ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയും ആ ക്വീനെ നേടിയെടുക്കുകയാണ് പ്രഗ്നാനന്ദയുടെ ഉദ്ദേശം. അങ്ങനെ ഒരു ഡിസ്കവേർഡ് ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് ആദ്യം തന്നെ കിങ്ങിനോടൊന്ന് മാറ്റാണ്. കിങ്ങിനെ E2 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ പ്രഗ്നാനന്ദ റൂക്ക് വെച്ച് പോണിനെ എടുക്കുന്നില്ല,
വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ മൂന്നാം നിര പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ക്വീനിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ E6ലേക്ക് മൂവ് ചെയ്തതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം വൈറ്റിന് ഇനി നല്ല മൂവുകളൊന്നുമില്ല. ഇനിയിവിടെ ബ്ലാക്കിൻ്റെ പ്രധാന ഉദ്ദേശം അടുത്ത മൂവിൽ റൂക്കിനെ B2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണ്. അത് തടയുന്നതിനായിട്ട് ഈ ക്വീനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പോൺ നഷ്ടപ്പെടും. അല്ലാതെ ഈ പോണിലുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ അധികം ഓപ്ഷനൊന്നുമില്ല. ഒന്നുകിൽ E3ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 2 സ്കോറിലേക്ക് എവിടേക്കെങ്കിലും മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ E1ലേക്കാണ് മൂവ് ചെയ്താലും ആദ്യം നൈറ്റ് വെച്ച് ചെക്ക് വരും. ഇവിടെ റൂക്കുള്ളത് കാരണം അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. ഓരോ ഓപ്ഷനേ ഉള്ളൂ. F1ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇനിയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ കിങ്ങിനെ E3ലേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ E3ലേക്ക് മൂവ് ചെയ്താലും ഈ നൈറ്റിൻ്റെ സപ്പോർട്ടോടെ റൂക്ക് D3ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇനി എന്തായാലും ഇവിടേക്കെങ്ങും പോകാൻ പറ്റില്ല. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് F4ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ഈ നൈറ്റിൻ്റെ സഹായത്തോടെ റൂക്ക് വെച്ച് വീണ്ടും ചെക്ക് വരും. അപ്പോഴും അധികം ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് G5ലേക്ക് തന്നെ മാറേണ്ടി വരും. ഇവിടേക്ക് നൈറ്റിനെ കണ്ടോണ്ട് ഈ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ചെക്ക് വരികയും കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ വൈറ്റ് തോൽവി സമ്മതിച്ചത്. ടൂർണമെൻറ്റിൻ്റെ ആദ്യ ദിവസം തന്നെ ഏകദേശം 500ഓളം ഗെയിമുകൾ നടന്നതെങ്കിലും ഇത് വളരെ നല്ലൊരു ഗെയിമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഗെയിം വിശദമായിട്ട് തന്നെ കാണിച്ചത്. ഇനിയുള്ള ഗെയിമുകൾ നമുക്ക് ഇങ്ങനെ വിശദമായിട്ട് കാണിക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ കാണിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.